കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് 44 വയസ്സുകാരിയായ രാഖി അർബുദബാധയെ തുടർന്ന് ഈ ലോകത്തോട് വിട പറയുന്നത്. കഠിനംകുളം പഞ്ചായത്തിലെ മേനംകുളം ചിറ്റാറ്റുമുക്കിലെ കത്തോലിക്ക സന്യാസിനികളുടെ ബെനഡിക്ട് മെനിയിലെ അന്തേവാസിയാണ് രാഖി. ഹിന്ദി സംസാരിക്കുന്ന ഉറ്റവരുമുടയവരും ആരെന്നറിയാത്ത സ്ത്രീ. മരിക്കും മുൻപ് രാഖി പറഞ്ഞ തന്റെ അവസാന ആഗ്രഹം തന്റെ അന്ത്യകർമ്മങ്ങൾ ഹൈന്ദവാചാരപ്രകാരം വേണമെന്നുള്ളതാണ്. അനാഥയായിരുന്നതിനാൽ തന്നെ പൂർത്തിയാക്കേണ്ട നിയമ നടപടികൾക്കായി കന്യാസ്ത്രീകൾ വാർഡ് മെമ്പറും കോൺഗ്രസ് നേതാവുമായ ടി സഫീറിന്റെ സഹായം തേടി. കർമ്മങ്ങൾ ചെയ്യാനായി മറ്റാരെയും കണ്ടെത്താനാകാതെ വന്നപ്പോഴാണ് സഫീർ തന്നെ മുന്നോട്ട് വരുന്നത്. കുപ്പായമഴിച്ച് കച്ചയും പട്ടുമരയിൽ ചുറ്റി ഒരു സഹോദരനെ പോലെ ചടങ്ങുകൾ നിർവഹിച്ചു. അതിന് ഒരാഴ്ച മുമ്പും അവിടെ ഒരു അന്തേവാസി മരിച്ചപ്പോൾ ഞാൻ മകൻ്റെ സ്ഥാനത്ത് നിന്നും മോഹനൻ എന്ന് പറയുന്ന മറ്റൊരാൾ മരുമകൻ്റെ സ്ഥാനത്ത് നിന്നും ഈ കർമ്മങ്ങൾ ചെയ്യുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഈ കർമ്മങ്ങൾ ചെയ്യുവാൻ മറ്റൊരാളെ കിട്ടാത്ത സാഹചര്യത്തിലും ഞാൻ മകൻ്റെ സ്ഥാനത്ത് നിന്ന് ആ കർമ്മങ്ങൾ നിർവഹിക്കേണ്ടത്. സുഹൃത്ത് ഹാഫിസ് പൂർണ്ണ പിന്തുണയുമായി സംസ്കാരത്തിനുള്ള മുഴുവൻ ചെലവുകളും വഹിച്ച് ഒപ്പം തന്നെ നിന്നു. ആരുമില്ലാതെ വന്നപ്പോൾ സഫീർ പറഞ്ഞു, ഞാൻ ആ കാര്യത്തിൽ എല്ലാം മറന്ന് സഫീറിനെ അഭിനന്ദിക്കുക. ഒരു മാനവികതയുടെ ഒരു മുഖമാണ് അവിടെ സഫീറിൽ കണ്ടത്. ഏതോ ലോകത്ത് ജീവിച്ചിരിക്കുന്ന മക്കൾ ചെയ്യേണ്ട കടമ ഒരു മകൻ്റെ സ്ഥാനത്ത് നിന്ന് സഫീർ ചെയ്തപ്പോൾ അത് രാഷ്ട്രീയം മറന്നുകൊണ്ട് തന്നെ അതിന് എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഒരു സഹോദരൻ്റെ തുല്യനായി തന്നെ കൂടെ ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് കേരളം. ഇതാണ് ഇവിടുത്തെ മനുഷ്യരുടെ മനസ്സ്. ഇവിടെ ജാതിക്കും മതത്തിനും പാർട്ടിക്കുമപ്പുറം മനുഷ്യത്വം മനുഷ്യനെ ഒന്നു ചേർക്കുന്നു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഇന്ദുലേഖ രേണുവാണ് നമ്മുടെ കൂടെയുള്ളത്. ഇന്ദു, മനുഷ്യനെ വേർതിരിച്ച് കാണണമെന്ന് ഒരു വിശ്വാസവും ഈ ലോകത്ത് പറഞ്ഞിട്ടില്ല. മനുഷ്യ സ്നേഹത്തിന് മുന്നിൽ എന്ത് ജാതിയും മതമല്ലേ? ഇവിടെ തന്നെ ഇപ്പോൾ ആർക്കെങ്കിലും സഫീറിനെ കുറിച്ച് ഈ ഒരു റിപ്പോർട്ട് കേൾക്കുമ്പോൾ വേറെ ആർക്കും ചെയ്യാനില്ലേ, അല്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ പോയി ചെയ്തത്, വേറെ ആരെയും കിട്ടാഞ്ഞിട്ടാണോ എന്നൊക്കെ ചോദിച്ചു വന്നാൽ സഫീറിന് അതിന് കൃത്യമായിട്ടുള്ള ഉത്തരമുണ്ട്. അതിന്റെ പൊരുൾ വളരെ വലുതാണ്. നോക്കൂ, നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന മാനവികതയുടെ അല്ലെങ്കിൽ മനുഷ്യത്വത്തിൻ്റെ, പരസ്പര സ്നേഹത്തിൻ്റെ, സഹജീവിയോടുള്ള കരുണയുടെ ഒക്കെ ഏറ്റവും ഒരു ഉത്തമ ഉദാഹരണമായിട്ട് ഈ അടുത്ത് കണ്ട ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയായിട്ട് നമുക്ക് ഈ ദൃശ്യങ്ങളെ കാണാമല്ലേ. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ്. ഇപ്പോഴും സോഷ്യൽ മീഡിയയൊക്കെ ഒരുപാട് ചർച്ച ചെയ്യുന്ന, വളരെയധികം നല്ല അഭിപ്രായങ്ങൾ എല്ലാവരും പറയുന്ന കുറച്ചധികം ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ആ മനുഷ്യൻ ചെയ്തത് എന്തൊരു നല്ല പ്രവൃത്തിയാണല്ലേ. കാരണം ആ മനുഷ്യന്, സഫീർ എന്ന് പറയുന്ന ആ രാഷ്ട്രീയക്കാരന് ഇതിനു മുൻപ് രാഖി എന്ന് പറയുന്ന സ്ത്രീയുമായി പരിചയമില്ല, രക്തബന്ധമില്ല, സൗഹൃദമില്ല, കണ്ടിട്ടുകൂടിയില്ല. പക്ഷേ ആ മനുഷ്യൻ ആ സ്ത്രീയുടെ സഹോദരനായി മാറുകയായിരുന്നു. രാഖിക്ക് ക്യാൻസർ ബാധിച്ചാണ് രാഖി ഈ രോഗത്തോട് വിട പറയുന്നത്. അവരുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നു എൻ്റെ അന്ത്യകർമ്മങ്ങൾ ഹൈന്ദവ മതപ്രകാരമുള്ള ചടങ്ങുകളിലൂടെ വേണം നടക്കാനെന്ന്. പക്ഷേ ആ ആഗ്രഹം നടത്തിക്കൊടുക്കാൻ ഇവർ താമസിച്ചിരുന്ന മഠത്തിലെ കന്യാസ്ത്രീകൾക്ക് അത്ര എളുപ്പമായിരുന്നില്ല. കാരണം അങ്ങനെ ഒരാളെ കണ്ടെത്തണം. അന്വേഷിച്ചിട്ടും അങ്ങനെ ഒരാളെ കണ്ടെത്താൻ സാധിക്കാതെ വന്നപ്പോഴാണ് മറ്റ് നിയമ നടപടികൾക്കായി അവിടെ എത്തിയ സഫീർ തന്നെ മുൻപോട്ട് വരുന്നത്. ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞ് ആ നിമിഷം തന്നെ അദ്ദേഹം അതിന് തയ്യാറാവുകയായിരുന്നു. ഇതിനു മുൻപും ഇത്തരത്തിലുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ സഫീറിനെ ആ നാട് മുഴുവൻ അറിയുന്നതാണ്. ആ രാഷ്ട്രീയക്കാരൻ്റെ സ്നേഹം എല്ലാവരും തിരിച്ചറിയുന്നതാണ്. ഇപ്പോൾ നോക്കൂ, ഒരു പക്ഷേ രാഖി സഫീറിനെ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ അവർ ഈ ജന്മം ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് ഒരു പക്ഷേ ഈ മനുഷ്യനോടായിരിക്കും. കാരണം ആ ആഗ്രഹം സാധിച്ചു കൊടുത്തതിൻ്റെ പേരിൽ. ഏറ്റവും അടുത്ത കൂട്ടുകാരനായിട്ടുള്ള ഹാഫിസും അദ്ദേഹത്തോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ഈ ചടങ്ങിൻ്റെ എല്ലാവിധത്തിലുള്ള ചിലവുകളും ഏറ്റെടുത്തുകൊണ്ട്. നോക്കൂ, അവർ രണ്ട് രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആൾക്കാരാണ്, വിവിധ മതത്തിലുള്ളവരാണ് ഇവരെല്ലാവരും. പക്ഷേ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ മതമോ രാഷ്ട്രീയമോ ഒന്നും ഒരു പ്രശ്നമായി അല്ലെങ്കിൽ ഒരു തടസ്സമായി ഒരു വേലിക്കെട്ടായി വന്നില്ല. എല്ലാത്തിനെയും പൊളിച്ചു മാറ്റിക്കൊണ്ട് മനുഷ്യത്വം മാത്രം, മാനവികത മാത്രം, സ്നേഹം മാത്രം എന്നുള്ള ആ ഒരു കാര്യം മാത്രമാണ് മുൻപിൽ നിന്നത്. ഹാഫിസ് പറഞ്ഞ നേരാണ്, ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. നമ്മുടെ ചിന്ത ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നമുക്കുള്ളിലുള്ള സ്നേഹം ഇങ്ങനെയാണ്. സഹജീവികളോട് നമ്മൾ ഇത്രത്തോളം കരുണയോടുകൂടിയാണ് പെരുമാറുന്നത്. അപ്പോൾ അതൊക്കെയാണ് പുറലോകം അറിയേണ്ട വാർത്തകൾ, അതൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടേണ്ട വാർത്തകൾ. പറഞ്ഞതുപോലെ തന്നെ ആരാണ് എന്നറിയില്ല, തന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്ന, തങ്ങളുടെ വിശ്വാസത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയല്ലെങ്കിലും മരണത്തിന് ശേഷമെങ്കിലും ആ കുട്ടിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ മുന്നിട്ടിറങ്ങുമ്പോൾ സഫീർ പറയുന്നത് ഒരൊറ്റ കാര്യമാണ്, എൻ്റെ മതം പഠിപ്പിക്കുന്നത് മനുഷ്യനോട് സ്നേഹത്തോടെ പെരുമാറാനുള്ള ഇത്തരം പ്രവൃത്തികൾ ഞാൻ ഇനിയും ചെയ്യും എന്നുള്ളതാണ്. പലപ്പോഴും നാടിനെയൊക്കെ ഇകഴ്ത്തി കാട്ടാൻ പാകത്തിന് പല റിപ്പോർട്ടുകളും വരുമ്പോൾ, ഇങ്ങനെയുള്ള സംഭവം വരുമ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ പറയും, ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന്. ശരി ഇന്ദു.